നമ്മുടെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ പ്രസംഗിക്കുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പോകുന്ന ആളുകളൊക്കെ ഈ ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരൊക്കെയാണ്. അവർ രാവിലെ ധൃതി വെച്ച് പോവുക വണ്ടിയിലും നടന്നുമൊക്കെ. അവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പാസ്റ്റർ ഇപ്പം പലപ്പോഴും സുവിശേഷം അറിയിക്കുന്നുണ്ടെങ്കിലും ആരും അത് മൈൻഡാക്കുന്നില്ല. ആളുകൾ അവരവരുടെ തിരക്കുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, നടക്കുന്നു. പക്ഷേ പാസ്റ്ററിൻ്റെ അനുഭവത്തിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്നിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം, ഒരു റെസ്പോണ്ട് ലഭിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവനാഥന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനെ തിരുവല്ലായി വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ ഇരട്ടി പ്രായമുണ്ട് സുവിശേഷ ബന്ധമായിട്ട്. പിന്നെന്തിനാ തിരുവല്ലയിൽ വന്ന് പ്രസംഗിക്കുന്നതിനുള്ള ചോദ്യമാണ്. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ദിവസം പറഞ്ഞതുപോലെ വലിയ തിരക്കുള്ള സമയമാണ്. പലരും കേൾക്കുന്നുണ്ട്, പലരും കാണുന്നുണ്ടെങ്കിലും കേൾക്കാത്ത രീതിയിൽ ചിലർ കൈയൊക്കെ ഉയർത്തി ഒരു ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട് പോകുന്നുവെങ്കിലും ചിലർ തിരിച്ചു വന്ന് സ്നേഹവും പ്രകടിപ്പിച്ചും അവരെ കഴിയുന്നൊരു സഹായം ചെയ്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് പോകുന്ന അനേകരെ കാണുവാൻ കഴിയും. ഉണ്ട്. അവരുടെ ആ ദൈവത്തിൻ്റെ കൃപ ഇന്നും നഷ്ടപ്പെടാതെ ദൈവം അവർ സൂക്ഷിക്കുന്നു എന്നുള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ടും ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവം പിന്നെ എന്നെ പ്രേരിപ്പിക്കുന്നില്ല. അത് അനേകർ തിരിച്ചു വന്ന് സന്തോഷം പറഞ്ഞ് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നല്ലോ എന്ന് ഓർത്ത് അവർ സന്തോഷത്തോടെ കടന്നു പോകുന്നതായി കാണാൻ കഴിയും. അതുതന്നെ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്.